ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്ത ലെസൺ വൈസ് സെഷൻസിനെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് കുറച്ച് ദിവസത്തേക്ക്. കാരണം ഇന്ന് നമ്മുടെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഒരു പുതിയ ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിതിന് പേരിട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ചലഞ്ച് എന്നാണ്. ഓക്കെ, മേജറായിട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ സീരീസാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാചകങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 സെഷൻസ് ആണ്. 10 സെഷൻസ് ആണ്. അതായത് 10 വീഡിയോ, ഓരോ ദിവസവും 20 സെൻറ്റൻസസ് വെച്ച് 10 ദിവസം കൊണ്ട് 200 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്ന ഒരു ചലഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചാണ് ഇറക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് 10 വീക്സ് എടുക്കും നമ്മുടെ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ ഓരോ ആഴ്ചയിലും 20 വാചകങ്ങൾ വെച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വാചകങ്ങൾ തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് പഠിച്ചു തുടങ്ങാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ സെഷൻ കഴിയുന്തോറും നമ്മൾ ഇതിൻ്റെ ലെവൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പ്രത്യേക ബുക്ക് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കണം. ചിലപ്പോൾ നമ്മൾ 10 ഡേയ്സ് കഴിഞ്ഞാൽ കൂടുതൽ പേര് പറയുകയാണ് നമുക്കിത് ഇനിയും കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആ ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 വാചകങ്ങളായിരിക്കും ഒരു ദിവസം നമ്മൾ പഠിക്കുക. ആ ഒരു ദിവസം സാറ്റർഡേ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മൺഡേ ആണ് പഠിക്കുന്നതെങ്കിൽ, അടുത്ത സെഷൻ എത്തുമ്പോഴേക്കും 20 വാചകങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം, എഴുതിയെടുക്കണം, യൂസ് ചെയ്യണം. എന്നിട്ട് അടുത്ത 20 വാചകങ്ങൾ നമ്മൾ പഠിക്കും. പിന്നീട് ഈ 40 വാചകങ്ങളാണ് നമ്മൾ അടുത്ത ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ 10 സെഷൻ കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും 200 വാചകങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കില്ലേ? കാരണം ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള മേജർ റീസൺ, ഒത്തിരി ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ എൻ്റെ കൂട്ടത്തിൽ കാണുന്നത് കൊണ്ടാണ്. ഓക്കെ, കമൻറ്റ് വഴിയായിട്ട്, ഫോൺ കോൾസ് വഴിയായിട്ട്, മെസ്സേജസ് വഴിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഒത്തിരി ആത്മാർത്ഥമായിട്ട് പറയുന്നവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നേക്കണം. ഓരോ ദിവസവും മുടങ്ങാതെ നിങ്ങളിത് കോഴ്സായിട്ട് നിങ്ങൾ ചെയ്യണം. ഒരു 10 ഡേയ്സ് കോഴ്സ് എന്നുള്ള രീതിയിൽ വേണം ഈ ക്ലാസ്സിന് നിങ്ങൾ എടുക്കാൻ. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും, ഇപ്പം നിങ്ങൾ 2ാമത്തെ 3ാമത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുടങ്ങി കാണുന്നതെങ്കിൽ, നിങ്ങൾ 1ാമത് തുടങ്ങി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങളൊരു 2, 3, 5 മാസത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു 200 വാചകങ്ങൾ ഒന്നുകൂടെ പഠിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് സംഭവിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒപ്പം ഓരോ ക്ലാസ്സിൻ്റെ അവസാനവും ഞാൻ നിങ്ങൾക്ക് ചില ഹോം വർക്ക്സുകൾ തരും. അടുത്ത ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഡേയിലത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വീഡിയോ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഒരു 10 ഡേയ്സ് ഇംഗ്ലീഷ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൈറ്റ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. 1ാമത്തെ വാചകത്തിലേക്ക് പോകാം. ഓക്കെ, ഞാൻ തിരക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാവുന്ന സിമ്പിൾ സെൻറ്റൻസസിൽ കൂടെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ആ സെൻറ്റൻസസിൻ്റെ ലെങ്ത് കൂട്ടി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്ന രീതിയിലുള്ള സെൻറ്റൻസസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇന്ന് മുതൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വന്നത് എന്താ? ഞാൻ തിരക്കിലാണ്. ഓക്കെ, ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാൻ സാധ്യതയുള്ള ഒരു സെൻറ്റൻസാണ് ഞാൻ തിരക്കിലാണ് എന്നുള്ളത്. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. അപ്പം ഞാൻ തിരക്കിലാണ് എങ്ങനെയാണ് പറയാം? I am busy. Okay, I am busy. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഇത്ര സിമ്പിളായിരുന്നു, അല്ല ഇതെനിക്ക് അറിയാവുന്നതായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പല ആവർത്തി വീണ്ടും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലാംഗ്വേജ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയെടുക്കാൻ മറക്കരുത്. I am busy, ഞാൻ തിരക്കിലാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു സെൻറ്റൻസ് ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പ്രയോഗിക്കുന്നുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യണം. എങ്ങനെ? I am busy. 2ാമതാണ് ഞാൻ ക്ഷീണിതനാണ്. ഞാൻ തിരക്കാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ പറയാം ഞാൻ ക്ഷീണിതനാണ് എന്നുള്ളത്. എങ്ങനെ ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയാം? I am tired. ഓക്കെ, ടയേർഡ് ആകുക എന്ന് നമ്മളെപ്പോഴും മലയാളത്തിലൊക്കെ പറയും. ഞാൻ ഭയങ്കര ടയേർഡ് ആട്ടോ എന്നൊക്കെ പറയും. ഞാൻ വളരെ ടയേർഡ് ആട്ടോ എന്ന് പറയുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇങ്ങനെ I'm tired. ഓക്കെ, അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഞാൻ ടയേർഡാണ്, ഞാൻ ക്ഷീണിതനാണ് എന്ന് മലയാളത്തിൽ പറയുന്നതിന് പകരം ആ സെൻറ്റൻസിനെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു സിമ്പിളായിട്ട് I'm tired എന്നൊന്ന് പറഞ്ഞു നോക്കണം. 3ാമത്തേതാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല.
നമ്മുടെ ഓഫീസിൽ, വീട്ടിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ചില ഡിസിഷൻസ് ഒക്കെ വരുമ്പോൾ, ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡിസിഷൻ പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയാം, ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നില്ല, എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്. ഐ ഡോണ്ട് എഗ്രി. ഓക്കെ, ഐ ഡോണ്ട് എഗ്രി. ഓക്കെ, ഐ എഗ്രി, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയും ഇങ്ങനെ ഐ ഡോണ്ട് എഗ്രി. ഓക്കെ, ഐ ഡോണ്ട് എഗ്രി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതുപോലെ തന്നെ നാലാമത്തെ ഒരു സെൻറ്റൻസ് ആണ്, നീ ടെൻഷൻ അടിക്കില്ലേ, നീ വ്യാകുലപ്പെടല്ലേ, നീ വറി ചെയ്യില്ലേ എന്നൊക്കെ പറയല്ലേ. നമ്മുടെ സുഹൃത്തുക്കളെ പലപ്പോഴും ആശ്വസിപ്പിക്കുക, വീട്ടിലുള്ളവരെ ആശ്വസിപ്പിക്കുക, അത്തരം സെൻറ്റൻസസ് പറഞ്ഞിട്ടാണ്. അപ്പോൾ നീ വറി ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഡോണ്ട് വറി. ഓക്കെ, ഇത് ചില ആളുകളൊക്കെ ഓൾറെഡി ഉപയോഗിക്കുന്നവർ ദയവായി ക്ഷമിക്കുക. കാരണം നമ്മളിത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരെ തുടങ്ങി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർ അല്ലെങ്കിൽ അറിയുന്നവർ പർപ്പസ്ഫുള്ളി അത്തരം ഒരു സിറ്റുവേഷൻ വന്നാൽ പറയണം എങ്ങനെ ഡോണ്ട് വറി. ഓക്കെ, ഡോണ്ട് വറി, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ വറി ചെയ്യല്ലേ എന്ന് പറയണം. എങ്ങനെ ഡോണ്ട് വറി. നിന്റെ ഇഷ്ടം പോലെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, നിൻ്റെ ഇഷ്ടം പോലെ അല്ലേ. പലപ്പോഴും നമ്മൾ ഇത് പറയാനുള്ളൊരു സാഹചര്യം വരാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചിലവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവേണ്ട ഒരു അവസാനം പറയും, എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയും, ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ പറയും. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? വളരെ സിമ്പിളാട്ടോ. ഇതിങ്ങനെ പറഞ്ഞാൽ മതി, ആസ് യു ലൈക്ക്. ആകെ മൂന്ന് വേർഡുള്ളൂ. ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. എങ്ങനെ? ആസ് യു ലൈക്ക്. എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കിയേ, ആസ് യു ലൈക്ക്. ഓക്കെ, എൻ്റെ ഒപ്പം പറഞ്ഞാൽ മാത്രം പോരാട്ടോ, ബുക്കിലും കൂടി അങ്ങ് എഴുതിയേക്കണം. ആസ് യു ലൈക്ക്. അത് മതി എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ദാറ്റ്സ് ഇനഫ്. ഓക്കെ, നമ്മൾ അമ്മയോട് പറയും, ചോറ് അത് മതി കേട്ടോ, അത് മതി. അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പറയും, ആ തീരുമാനം നല്ലതാ, അത് മതി എന്ന് പറയും. അപ്പം നമ്മളത് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? അത് മതി എങ്ങനെ പറയാം? ദാറ്റ് ഈസ് ഇനഫ് എന്ന് തന്നെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയുമ്പോൾ എങ്ങനെ? ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അത് മതി, ദാറ്റ്സ് ഇനഫ്. നാളെ കാണാം, നമ്മുടെ അടുത്ത സെൻറ്റൻസ് അതാട്ടോ, നാളെ കാണാം. ഓക്കെ, നമ്മളെപ്പോഴും പറയാറുള്ളൊരു സെൻറ്റൻസ്, നിങ്ങൾക്ക് തന്നെ അതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കി. നാളെ കാണാം. എങ്ങനെ പറയാം? സീ യു ടുമോറോ. നാളെ കാണാം, സീ യു ടുമോറോ. ഓക്കെ, എങ്ങനെ പറയാം? സീ യു ടുമോറോ. ഇനി നമ്മൾ 8ാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കുകയാണ്. 8ാമത്തെ സെൻറ്റൻസ് എന്താണെന്ന് അറിയൂ? അത് ഒത്തിരിയായി. ഓക്കെ, അത് ഒത്തിരിയായി എന്ന് നമ്മൾ പറയും അല്ലേ. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. നമ്മൾ പലപ്പോഴും പറയും, ചിലരൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പി പറയും, അയ്യോ അത് ഒത്തിരിയായി പോയി കേട്ടോ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറയാം, ദാറ്റ്സ് ടു മച്ച്. ഓക്കെ, ചിലരുടെ വാക്കുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ പറയും, ദാറ്റ്സ് ടു മച്ച്. ഓക്കെ, അത്രയൊന്നും പറയണ്ടായിരുന്നു, അത്രയൊന്നും വേണ്ടായിരുന്നു, ദാറ്റ്സ് ടു മച്ച്, അത് ഒത്തിരിയായി പോയി. ഓക്കെ, ദാറ്റ്സ് ടു മച്ച്. ഓക്കെ, ദാറ്റ്സ് ടു മച്ച്. സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ വഴക്കൊക്കെ ഇട്ടിട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും, ഇത്രയൊന്നും വേണ്ടായിരുന്നു കേട്ടോ, അത് ഒത്തിരിയായി പോയി കേട്ടോ എന്ന് പറയും. ഇല്ല, എങ്ങനെയാ? That's too much. 9ാമത്തെ സെൻറ്റൻസ് ആണ്, അത് കാര്യമാക്കണ്ട അല്ലേ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വീട്ടിലൊക്കെ പറയുന്ന കാര്യം, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയും അല്ലേ. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, നെവർ മൈൻഡ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഷോർട്ട് ഇംഗ്ലീഷിൽ, കുട്ടി ഇംഗ്ലീഷിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും വീണ്ടും ഞാൻ പറയാണ്, നെവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ചലഞ്ച് മാത്രം കണ്ടു തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതിൽ പറയുന്ന ചില സെൻറ്റൻസസ് നമ്മളിവിടെ ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് കാര്യമാക്കണ്ട, അത് സാരമാക്കണ്ട എന്നിങ്ങനെ പറയാം, നെവർ മൈൻഡ്. ഓക്കെ, നെവർ മൈൻഡ്. 10ാമത്തെ സെൻറ്റൻസ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, നമ്മൾ ചില വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ആരെങ്കിലും വെച്ചിരിക്കും, എന്താ കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയല്ലേ. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? നത്തിങ് സ്പെഷ്യൽ. നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, ആരെങ്കിലും വന്നിട്ട് എന്താ കാര്യം, എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഉത്തരമാണ് പറയണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയണം. എങ്ങനെ? നത്തിങ് സ്പെഷ്യൽ. അപ്പോൾ 10ാമത്തെ സെൻറ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ? നത്തിങ് സ്പെഷ്യൽ. ഒരുപാട് നാളായി കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നാൾ കഴിഞ്ഞ് ഒരു ഫ്രണ്ടിനെ കാണുകയാണ്, അല്ലെങ്കിൽ ബന്ധുവിനെ കാണുകയാണ്, പറയാം ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് എന്ന് പറയും അല്ലേ. ഓക്കെ, നമ്മുടെ 11ാമത്തെ സെൻറ്റൻസ് ആണ്. എങ്ങനെ പറയാം? long time no see. Okay, long time no see. Okay, എൻ്റെ ഒന്ന് പറഞ്ഞു നോക്കി, നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട്. long time no see. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനെ, ബന്ധുവിനെ, കൂട്ടുകാരെ അല്ലെങ്കിൽ ക്ലാസ്മേറ്റിനെയൊക്കെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ പറയണം, ലോങ് ടൈം നോ സീ മാൻ. ഓക്കെ, ഒത്തിരി നാളായി കണ്ടിട്ട്, കാണാനൊന്നും ഇല്ലല്ലോ എന്ന് പറയും, ലോങ് ടൈം
നഫ്സി. വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറയും അല്ലേ? വേണ്ട, എനിക്കത് വേണ്ട. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് പല കാര്യങ്ങളിൽ, പല സിറ്റുവേഷനിൽ. വേണ്ട, എനിക്കത് വേണ്ട. എങ്ങനെയാ പറയാ? നോ ഐ ഡോണ്ട് വോണ്ട്. നോ ഐ ഡോണ്ട് വോണ്ട്. വേണ്ട, എനിക്കത് വേണ്ട. ഓക്കെ, നോ ഐ ഡോണ്ട് വോണ്ട്. നീ ഒറ്റയ്ക്കാണോ? ഓക്കെ, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ, വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് വരുമ്പോഴേക്കും, എടാ നീ ഒറ്റയ്ക്കാണോ വന്നേ? നീ ഒറ്റയ്ക്കാണോ? അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് അവരൊരു ട്രിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഞാൻ ഹിമാലയൻ ട്രിപ്പ് പോവാം, ഒറ്റയ്ക്കാണ് പോകണേ എന്നൊക്കെ പറയും. നീ ഒറ്റയ്ക്കാണോ പോണേ? ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ചോദിക്കാം, ആർ യു എലോൺ? ആർ യു എലോൺ? നീ ഒറ്റയ്ക്കാ? ആർ യു എലോൺ? ഓക്കെ, നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കാം. ഓക്കെ, ആർ യു എലോൺ? ആർ യു എലോൺ? നിനക്ക് കിട്ടിയോ? നിനക്കത് കിട്ടിയോ? നിനക്ക് ആൻസർ പേപ്പർ കിട്ടിയോ? ഓക്കെ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോണിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കല്ലേ? എങ്ങനെ കിട്ടിയോ എന്ന് ചോദിക്കുക. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഓക്കെ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എനിക്ക് സമയമില്ല. നമ്മൾ ആദ്യം പറഞ്ഞു ഞാൻ ബിസിയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ പറയും എനിക്ക് സമയമില്ല എന്ന് പറയും അല്ലേ? ചില കാര്യങ്ങൾ വീട്ടിൽ അമ്മയൊക്കെ ചോദിക്കും, ഭാര്യയൊക്കെ ചോദിക്കും, എടാ ഇതിനൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവോ, ഈ കാര്യത്തിന് പോകാൻ സമയം ഉണ്ടാവും എന്ന് ചോദിക്കും. പറയും എനിക്ക് സമയമില്ലെന്നേ എന്ന് പറയും. എനിക്ക് സമയമില്ലെന്നേ എന്ന് പറയും. സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാരാണ്, സമയമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷ ആളുകൾ. നമ്മൾ പറയും എനിക്ക് സമയമില്ല എന്ന് പറയും. എങ്ങനെയാണ് സമയമില്ല എന്ന് പറയാം? ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ, ഐ ഡു നോട്ട് ഹാവ് ടൈം എന്നുള്ളതിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയുക. എങ്ങനെ? ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ടൈം. അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ചില ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ചില പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയും ഇനി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ എന്ന് പറയും അല്ലേ? അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ഇങ്ങനെ പറയാം, സി യു നെക്സ്റ്റ് ടൈം. സി യു നെക്സ്റ്റ് ടൈം. ഓക്കെ, സി യു നെക്സ്റ്റ് ടൈം. ഇനി നമ്മൾ 17ാമത്തെ സെൻറ്റൻസിലേക്കാണ് പോകണേ. എന്നെ അനുവദിക്കൂ. എന്നെ അനുവദിക്കൂ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലവ് മീ. ഓക്കെ, ലവ് മീ. ഓക്കെ, ഇതൊരു സിമ്പിളാണ് അല്ലേ? എന്നെ അനുവദിക്കൂ നീട്ടി വലിച്ച് മലയാളത്തിൽ പറയണതിന് പകരം വളരെ സിമ്പിളായിട്ട് പറയാം ലവ് മീ. ലവ് മീ. ലവ് മീ. ഓക്കെ, ലവ് മീ. എന്നെ അനുവദിക്കൂ. ഇനി നമ്മൾ 18ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. നിങ്ങളങ്ങ് അടിച്ചു പൊളിക്കുക. ഓക്കെ, നിങ്ങൾ അടിച്ചു പൊളിക്കുക എന്ന് പറയണം. ഓക്കെ, എങ്ങനെ പറയാം? എൻജോയ് യുവർ സെൽഫ്. എൻജോയ് യുവർ സെൽഫ്. ഓക്കെ, നന്നായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങളങ്ങ് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയണം. ഇങ്ങനെ എൻജോയ് യുവർ സെൽഫ്. നീ ചെയ്ത് കഴിഞ്ഞു എന്ന് നമ്മൾ ചില സമയങ്ങളിൽ വീട്ടിൽ ചോദിക്കും. നീ ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് മക്കളോട് ഹോംവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ചില എക്സാംസ് ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഴിഞ്ഞോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ മക്കളെയൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും കഴിഞ്ഞോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോ എന്ന് ചോദിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കുക. മക്കളോട് ഇന്ന് മുതൽ നിർബന്ധമായിട്ട് ചോദിക്കണം. എങ്ങനെ? ആർ യു ഡൺ? ആർ യു ഡൺ? നീ അത് ചെയ്ത് കഴിഞ്ഞോ? ആർ യു ഡൺ? ഓക്കെ, നീ അത് ചെയ്ത് കഴിഞ്ഞോ? നമ്മുടെ എംപ്ലോയീസിൻ്റെ അടുത്ത്, കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെ? ആർ യു ഡൺ? ആർ യു ഡൺ? ഇനി നമ്മൾ അവസാനത്തെ ചലഞ്ചിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ അവസാനത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. 20ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. എൻ്റെ ഒപ്പം വരൂ. എൻ്റെ ഒപ്പം വരൂ. നിങ്ങൾ തന്നെ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയാൽ. എൻ്റെ ഒപ്പം വരൂ. ഇങ്ങനെ പറയാം, കം വിത്ത് മീ. കം വിത്ത് മീ. ഓക്കെ, കം വിത്ത് മീ. ഓക്കെ, കം വിത്ത് മീ. എൻ്റെ കൂടെ വരൂ. ഓക്കെ, എൻ്റെ കൂടെ വരൂ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 1ാമത്തെ ട്രാൻസ്ലേഷൻ സീരീസിലെ 1ാമത്തെ വീഡിയോ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ 20 സെൻറ്റൻസ് നിങ്ങളിനി ഇത് എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളിവിടെ എഴുതി കാണിക്കുന്നത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് എഴുതിയെടുക്കണം. ഇനി നമ്മൾ നമ്മുടെ ഹോം വർക്കിലേക്ക് പോവാണ്. ഓക്കെ, 2 മലയാളം സെൻറ്റൻസസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് നമ്മൾ പറയും. റെഡി? അപ്പോൾ നിങ്ങളുടെ സെൻറ്റൻസസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ തെറ്റാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരും. ശരിയായിട്ടുള്ളതാണെങ്കിൽ ഞാൻ എപ്പോഴും ഹാർട്ട് തരാറാണ് പതിവ്. ഓക്കെ, റെഡി? അപ്പം നമ്മൾ സെൻറ്റൻസിലേക്ക് പോവാണ്. 1ാമത്തെ സെൻറ്റൻസ്, ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കും. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കും. ഓക്കെ, 2ാമത്തെ സംഗതി, എന്നെ ഒന്ന് സഹായിക്കാമോ. എന്നെ ഒന്ന് സഹായിക്കാമോ. 2 സെൻറ്റൻസ്, ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കും. 2, എന്നെ ഒന്ന് സഹായിക്കാം. ഓക്കെ, അപ്പോൾ 2 സെൻറ്റൻസും ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം, ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
അടുത്ത ദിവസം ഇത് ആരംഭിച്ചിട്ടായിരിക്കും നമ്മൾ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറൈറ്റ്. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഈ ചലഞ്ച് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് വല്ലാത്ത ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ ഓരോ ലൈക്സ് ഒക്കെ തരുമ്പോൾ അത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ്. അപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സംസാരിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആക്സെൻ്റെയിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങളെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരും. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈനായും ഓൺലൈനായും ഇനി ചാലക്കുടിയിൽ വന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് പഠിക്കാം. ചാലക്കുടിയിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഇവിടം വരെ വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ഓൾറൈറ്റ്. അപ്പോൾ അടുത്ത ഈ സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റു.